ആന വെട്ടി കാണുന്നത്. എൻ്റെ അമ്മ, ഇവിടെ വിശ്രമിക്കുന്നവർക്ക് പോലും സ്വസ്ഥതയില്ലെന്നല്ലേ? ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല. കാരണം കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിച്ച് പഠിച്ചതുകൊണ്ടാണ് ഇനിയുള്ള വരും തലമുറ പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങാതെ നിൽക്കുന്നത്. അവർ നമ്മളോട് കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ അവർ ചോദിക്കുന്നത്, നിങ്ങൾ ഇത്രയും കാലം കൃഷി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയതെന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് മറുപടി പറയാനുള്ളത്? ഈ ആനയെ പിടിച്ചുകൊണ്ട് പോകണം. ഇതിനെ മുട്ടുകൊമ്പിനെ പിടിച്ചുകൊണ്ട് പോകേണ്ട നിവൃത്തിയില്ല. കോടിക്കണക്കിന് രൂപേൻ്റെ നഷ്ടമെങ്കിലും ഈ വടക്കനാട് തന്നെ വരുത്തിയിട്ടുണ്ട്. ഒരാന കാരണം ഞങ്ങളുടെ സ്വൈര്യവും നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ നെല്ല്, ഞങ്ങളുടെ കൃഷി ചെയ്ത സാധനങ്ങൾ ഇപ്പോൾ ആനയെ പേടിച്ച് വേറെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാതെയായി. കോടാനുകോടി രൂപ ഇപ്പോൾ ഇവരുടെ കണക്കിൽ കർഷകനെ സംരക്ഷിക്കാൻ ഒരു കർഷകന് വയനാടിന് കൊണ്ട് ഇവർക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു കർഷകൻ്റെ ഭൂമി അല്ലെങ്കിൽ ഒരു കർഷകൻ്റെ ജീവൻ സംരക്ഷിച്ച ഇതൊരു വന്യമൃഗ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലമാണെന്ന് പറയാൻ കാണിച്ചു തരാനുണ്ടോ? ആ കർണാടകത്തിൽ പോയി നോക്കുക അവരുടെ എങ്ങനെയാണ്. അതൊക്കെ അവർ ചെയ്യുന്ന ഗുണം അത് കർഷകന് ഗുണം ചെയ്യണമെന്ന് വെച്ചില്ല. ഇത് പരാജയപ്പെടണമെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് ബോധ്യപ്പെടുത്തി ചെയ്തിരിക്കുന്നത്. അതായത് റെയിൽ ഫെൻസിങ് പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. ഒന്നുകിൽ ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കി തരാം. ഞങ്ങളുടെ തോക്കുകളും അതുപോലുള്ള സംവിധാനങ്ങളും ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ ഞങ്ങളുടെ ഭൂമിയും ജീവൻ ഞങ്ങൾ സംരക്ഷിച്ചോളാം. ഇതുമില്ല. ഭരണഘടന പറയുന്നുണ്ട് പൗരൻ്റെ ജീവനും സ്വത്തിനും സർക്കാർ സംരക്ഷണം കൊടുക്കണമെന്ന്. ഏത് സർക്കാരാണ് കൊടുക്കുന്നത്? എവിടുത്തെ സർക്കാർ കൊടുക്കുന്നത്? കാട്ടാനെ അല്ലെങ്കിൽ വന്യമൃഗത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ കേസാണ്. കാട്ടാനോ വീട്ടിൽ കിടക്കുന്ന നമ്മളെ ഒന്ന് കൊന്ന് തിന്നിട്ട് പോയാലും കേസില്ല. എന്നെ 2-3 പ്രാവശ്യം ഓടിച്ചു. അത് ഞാൻ എനിക്ക് പുറത്തിറങ്ങാൻ പേടി. 3 പ്രാവശ്യം എൻ്റെ പിന്നെ ആയുസിൻ്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ ജൂൺ വരെ, ജനുവരി തൊട്ട് ജൂൺ വരെ എൻ്റെ പറമ്പിൽ 10 തവണയാണ് ആന വന്നത്. 1 ഏക്കർ പറമ്പിൽ 10 തവണ ആന വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. തെങ്ങിനൊന്നും ഗ്യാരണ്ടി ഇല്ല, മനുഷ്യൻ്റെ ജീവന് ഗ്യാരണ്ടി ഇല്ല. എപ്പോഴാണ് ഇനി തെങ്ങിന് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? ഒരു നിമിഷം കൂടെ ഞങ്ങൾ നോക്കിയത് 5 മിനിറ്റ് പരിപാടി കഴിഞ്ഞു. കണ്ടായിരുന്നു ഞങ്ങൾ ടെറസൊക്കെ നോക്കുമ്പോൾ അന്നേരമാണ് കാണുന്നത്. ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ അന്നേരം ഇറങ്ങി ഓടിപ്പോയി. അല്ല നമ്മൾ ചിലപ്പം പുറത്തേക്ക് നമുക്ക് പറ്റില്ലല്ലോ. നമസ്കാരം, ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ വടക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഈ ഒരു പ്രദേശത്ത് വന്നപ്പോഴൊക്കെ നമ്മൾ ഇവിടെ കാണിച്ചതൊക്കെ ഇവിടുത്തെ വന്യമൃഗ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. നിരന്തരമായിട്ട് വന്യമൃഗ പ്രശ്നമുള്ളൊരു പ്രദേശമാണ്. ഞാൻ ഇന്ന് വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത് അതേ വിഷയമായിട്ട് തന്നെയാണ്. കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രദേശത്ത്, വടക്കനാട് പ്രദേശത്ത് തന്നെ വലിയ തോതിലുള്ള കൃഷിനാശവും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നിരവധി തെങ്ങും കവുങ്ങും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ നാശനഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഏതായാലും നമ്മൾ ആ പ്രദേശത്ത് നേരിട്ട് പോയി ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ബേബി. ഇന്നലെ മിനിങ്ങാന്നല്ലേ വന്നത് ആന? 2-3 ദിവസമായി അല്ലേ? ഇങ്ങനെ നിരന്തരം വരുന്നുണ്ടോ ചേട്ടാ? നിരന്തരം വരുന്നുണ്ട്. ആണല്ലേ? ഇപ്പം ഈ നെല്ലുണ്ടാകൊണ്ട് വരലില്ലായിരുന്നു നമ്മളെ പറമ്പിലേക്ക്. അത് വന്നിട്ട് നെല്ലിക്കൂടെ തിന്ന് പോവായിരുന്നു. ഇപ്പം അവിടെ എല്ലാം കാലിയായി കഴിഞ്ഞപ്പോൾ നേരെ കൂടെ പറമ്പിലേക്ക് വരും. നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കല്ലേ പറമ്പിൽ വരാൻ തുടങ്ങി. എങ്ങനെയാണെങ്കിലും ആരുടെയിലൊക്കെ കൃഷി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാളുടെ അല്ലെങ്കിൽ ഒരാളുടെ. മറ്റേ നെല്ലിനുള്ള സമയത്ത് ഒരു വേലി കെട്ടിയ കണ്ടീഷനാണ്. എതിൽ വന്നാലും വയലിലേക്ക് അറിഞ്ഞോ. വയലിൽ നെല്ലുള്ളപ്പോൾ പിന്നെ ഈ കരയിലേക്ക് ശല്യത്തിന് വരില്ലായിരുന്നു. ഇപ്പം അതിന് കരയെന്നുള്ള ഇതൊന്നുമില്ല. ഇപ്പം വേനലായി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്താലും വരും. പിന്നെ ഇതിലൊക്കെ മൊത്തം ഇറങ്ങി നടക്കുന്നതാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ വണ്ടി കൊണ്ടൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? വണ്ടി കൊണ്ടൊക്കെ പോകും. ഇടയ്ക്ക് ആ കൂപ്പിലൊക്കെ കാണാം. ആണല്ലേ? ഈ കഴിഞ്ഞ ദിവസം വന്നിട്ട് തെങ്ങൊക്കെ മറിച്ചിട്ടല്ലേ? തെങ്ങ് മറിച്ചിട്ട് അത് നേരെ പള്ളിയുടെ പള്ളീൻ്റെ അവിടെ ഒരു സ്കൂൾ കെട്ടിടമുണ്ട്. അതിന്റെ മുകളിലേക്ക് മറിച്ചിട്ടു. അതിന്റെ മുകളിലേക്ക് വേണേ. എന്നിട്ട് എന്തോ ഓടെന്താ പൊട്ടി ഹോസ്പിറ്റൽസ് പൊട്ടിയില്ല. നല്ല തെങ്ങായിരുന്നല്ലേ? പിന്നെ നല്ല വലിയ തെങ്ങ് കായ്ക്കുന്ന തെങ്ങായിരുന്നു. ആ വരപ്പിന് വേറെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടല്ലോ കുറേ. ആ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ട്. ഇതിനുള്ള ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങ് വെറുതെ മറിച്ചിടുക, ഒന്നും തിന്നൂല. അല്ല ഇവരെ തിന്നണം. ഈ അടയ്ക്കാണെങ്കിൽ അടയ്ക്കേണ്ട ഒന്നും തിന്നുന്നില്ല, വെറുതെ മറിച്ചിടുക. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ഞാൻ ഈ കൗണ്ടമൂല എന്ന് പറഞ്ഞ ഈ വെളാഞ്ചേരി നമ്മൾ പറഞ്ഞില്ലേ ഈ റോഡ് പോയിട്ട് അവിടെ കിടക്കുന്നത്, കോഴിക്കോട്ടുകാരുടെ ഒരു അടയ്ക്കാൻ പാട്ടെടുത്താ അതിൽ 350 മരമാണ് ആന മറിച്ച് കളഞ്ഞ അടയ്ക്ക കവുങ്ങ്. അതൊക്കെ എനിക്ക് നല്ലൊരു പൈസ നഷ്ടം വന്നു പോയി. 350. എത്ര നാളുകൊണ്ട്? അത് നമ്മൾ അടക്ക വയ്ക്കുന്ന സമയം ഈ സമയം കൊണ്ട് ഒരു വർഷത്തിനടിക്കാം. ഒരു വർഷത്തിനടിക്ക്. ഞാൻ കച്ചവടം ചെയ്യുമ്പോൾ അത് നോക്കിയിട്ടല്ലേ എടുത്തത്. അന്നൊരു 2-3 അവിടെ മറിഞ്ഞെടുക്കണ്ട. അപ്പോൾ നമ്മളെ സാധാരണ ഈ തോട്ടത്തിലൊക്കെ ഇങ്ങനെ കിടക്കുമല്ലോ, അങ്ങനെ കിടന്നായിരിക്കും വിചാരിച്ച്. പിന്നെ ഡെയിലി വരിക, അത് ഒരു 25 എണ്ണമൊക്കെ അങ്ങ് മറിക്കും ഒരു ദിവസം. തിന്നൂല, വെറുതെ മറിച്ചിടുക. ഒത്തിരി ആനകളുണ്ടല്ലേ? അകത്ത് കണ്ടവൻ ആനയുണ്ട്. വന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരെയൊക്കെ വിളിക്കുമോ? ഫോറസ്റ്റുകാരെ ഇപ്പോൾ വിളിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ തോക്കെടുത്ത് വെടിയൊക്കെ പറഞ്ഞു. ഇപ്പം അതിന് തോക്ക് നമ്മളെ ഏട്ടനുണ്ട്, പുള്ളി എന്നാൾ പുള്ളി വഴക്ക് പറഞ്ഞു. ആന വന്നപ്പോൾ പുള്ളീനെ വിളിക്കാൻ പാടില്ലായിരുന്നു ചോദിച്ചിട്ട്. ആന വന്നപ്പോൾ പുള്ളീനെ വിളിക്കാൻ പാടില്ലാന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ട് പോയി. എന്നാൽ പുള്ളി വന്നേനെ, പുള്ളിക്ക് വണ്ടിയെടുത്ത് വന്നിട്ട് കയറ്റി വിട്ടേനെ. അപ്പോൾ ഇനി ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ പുള്ളീനെ വിളിക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. പുള്ളിക്ക് അതിന് ലൈസൻസ് ഉള്ളത് നോക്കാം.
എൻ്റെ അപ്പച്ചൻ്റെ ആയിരുന്നു അങ്ങനെ പുള്ളീൻ്റെ പേരിലേക്ക് മാറ്റി. അപ്പച്ചൻ മരിക്കുന്നതിന് മുന്നേ മാറ്റി. ഒന്നുമില്ലാത്തവനാണ് ഒരു കണക്കിന് ബുദ്ധിമുട്ട് കുറവ്. അവന് വല്ല കൂലിപ്പണിക്കാൻ പോകുമല്ലോ. നമ്മളെ മറ്റുള്ള ടീമിന് ഇപ്പോൾ കൂലിപ്പണിക്ക് പോകാൻ പറ്റില്ല, പിന്നെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, അങ്ങനത്തെ കണ്ടീഷനിലേക്ക് ആയി. സ്ഥലം മാത്രം ഉണ്ടെന്നല്ലേ? ആ, അല്ലാത്ത നല്ല കൂലിപ്പണിക്ക് എടുക്കാമല്ലോ. അതെ. പണ്ട് നമ്മളെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ ശല്യം ഇല്ലായിരുന്നു. ഈ തോക്കൊക്കെ അന്ന് കുറേ ഈ ലൈസൻസ് ഇല്ലാത്ത തോക്കുണ്ട് ആൾക്കാരുടെ ഇടയ്ക്ക്. നമ്മളെ അടുത്ത് തന്നെ 2-3 ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഭയങ്കര പ്രശ്നം കൊണ്ട് ഇതായി പോയില്ലേ. ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം അവിടെ പിടിച്ചതാണ്. 4 മൈലിൽ ഒരു ആന അവിടെ ചത്തു. അപ്പം ഞങ്ങളെ വെടിവെച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ 7 ആക്കടെ പേരിൽ കേസിട്ടു. സത്യത്തിൽ ഞങ്ങളല്ല, ഞങ്ങൾക്കിട്ട് അറിയില്ല. ആ പുൽപ്പള്ളിയുള്ള കുളത്തിങ്ങൽ ഷാജി എന്ന് പറഞ്ഞ ഒരാളെ അറിയുമോ? അത് ഭയങ്കര പൈസയുള്ള ആളാണ്. അവൻ വന്ന് എന്നെ വിളിച്ചിട്ട് ഞാൻ തോക്കായിട്ട് എൻ്റെ വണ്ടി കയറി അവിടെ പോയി വെടിവെച്ചെന്ന് പറഞ്ഞുള്ള കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക, കഴിഞ്ഞിട്ടില്ല. ഇവിടെ കുറേ ആൾക്കാരുടെ പേരിൽ ഇങ്ങനെ ഈ കള്ളക്കേസ് അടിക്കുക. അവിടെ ഷാജി എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ അവിടെ, അവൻ്റെ പേരിൽ അവനെ എൻ്റെ പേരിലാണ് ഈ വടക്കാണെന്ന് 2 ആക്കടെ പേരിലാണ് കേസിട്ടത്. ബാക്കി പുൽപ്പള്ളിക്കാർ നായിക്കട്ടിയുള്ളവർ ചീരാലിൽ പോകുന്ന വഴിക്ക് അവിടെയുള്ള ഒരുത്തൻ, അവനൊക്കെ ഞാൻ ആ ജയിലിൽ വെച്ചാണ് കാണുന്നത് ആദ്യമായിട്ട്. ഞങ്ങളെല്ലാവരും ഈ കുളത്തേക്ക് ഷാജിനെ നമ്മൾ ജയിലിൽ നിന്നാണ് കാണുന്നത്. നിങ്ങൾ ജയിലിലൊക്കെ പോയാ? പിന്നെ ഈ കേസിന് തന്നെ എത്ര ദിവസം 40-45 ദിവസം കിടന്നിട്ട് ജാമ്യം കിട്ടിയത്. ഇപ്പം ആ കേസ് ഇങ്ങനെ വിളിക്കും, നമ്മൾ പോകും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ വെടിവെച്ചെന്നുള്ള തെളിവെന്ത് കണ്ടോ? അതെന്താ വെച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവർക്ക് ഈ പ്രൊമോഷനൊക്കെ തടഞ്ഞു വെച്ചു സർക്കാർ. DFOൻ്റെ ഒക്കെ റേഞ്ചറും DFOൻ്റെ ഒക്കെ പ്രൊമോഷനൊക്കെ തടഞ്ഞു വെച്ചിട്ട് ഇവർക്ക് ആരെയും പേരിൽ കേസിട്ടിട്ട് അതൊന്ന് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ 2ാമത് പ്രൊമോഷൻ ആവും. ഇപ്പോൾ പ്രൊമോഷനായി. അവർ റേഞ്ചറായിരുന്ന ചങ്ങായി അജിത്രാമെന്ന് പറഞ്ഞവനക്ക് ഇപ്പോൾ DFO ആയി. ഞങ്ങളുടെ പേരിൽ ഒരു കള്ളക്കേസ് അടിച്ച് കഴിയുമ്പോൾ അവർ ആ തടഞ്ഞു വെച്ചൊക്കെ അവർക്ക് കിട്ടിയല്ലോ. അതിനു വേണ്ടി ഒരു കള്ളക്കേസ് ഇട്ടതാണ്. ഈ പുൽപ്പള്ളിക്കാരാരാണ് വെടിവെച്ചത്? കാരണം എന്താ പറയുക, അവർ ശിക്കാർ വന്നു കഴിഞ്ഞപ്പോൾ വെറുതെ റോഡിൻ്റെ സൈഡിൽ നിന്ന് ആനനെ വെറുതെ വെടിവെച്ചതാണ്. എന്തെങ്കിലും കാരണം വേണ്ടേ? ഒന്നല്ലേ അവർ ഓടിക്കുകയോ അങ്ങനത്തെ ഒരു ഇതുമില്ലാണ്ട് നിന്ന് ചുമ്മാ നിന്ന് ആനനെ വെടിവെച്ചിട്ട് പോയി. നമ്മൾ 4 മൈൽ അറിയില്ല, പുൽപ്പള്ളി പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ചപ്പുറം 4 മൈൽ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ചത്ത് കിടന്ന്. നേരം വെളുത്തപ്പോൾ ഇവിടെ ആൾക്കാർ പറഞ്ഞു അവിടെ ആന വെടിവെച്ച് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പോയി കാണാൻ വേണ്ടി പോയി. അപ്പോൾ ആനയ്ക്ക് കറക്റ്റ് മർമ്മത്തിലുള്ള വെടിയാണ്, ഒറ്റ വെടിക്ക് തന്നെ ആനയോട് കഴിഞ്ഞു പോയി. അതാര് അവർക്ക് വെറുതെ ശിക്കാർ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു രസനം കൊണ്ട് വെടിവെച്ചതാണ്. അതൊക്കെ പിന്നെ ഞങ്ങൾ അറിഞ്ഞ് അവരുടെ അടുത്ത് ഫോറസ്റ്റുകാരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, ഇനിയിപ്പോൾ അവർക്ക് പിടിക്കാൻ പറ്റില്ല അവരെ. കാരണം എന്താ, ഞങ്ങളുടെ പേരിൽ കേസിട്ട് പോയില്ലേ. ഇനി വേറെ ആളുടെ പേരിലേക്ക് കേസിടുമ്പോൾ പിന്നെ അവർക്കത് പണിക്ക് ബാധിക്കും, ജോലിക്ക്. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ നമ്മളെ യഥാർത്ഥ പ്രതികളെ കാണിച്ചു കൊടുത്താൽ അവരത് യഥാർത്ഥ പ്രതികളെ ഇനി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫോറസ്റ്റുകാരുടെ അല്ലെങ്കിൽ തന്നെ കുളത്തിങ്ങൽ ഷാജി പറഞ്ഞു എത്ര ലക്ഷമോ കോടിക്കോ ആ നഷ്ടപരിഹാരം കൊടുക്കുന്നു പറഞ്ഞ് അവൻ എറണാകുളത്തൊക്കെ 2 പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എറണാകുളം ഹൈക്കോടതിയിലേ അവന് പുനരന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി അറിയില്ല. അത് ആ ജയിലിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കറിയാം നമുക്ക് യാതൊരു റോളില്ലാന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷാജി നേരം വളർത്തിട്ട് എന്നെ അങ്ങനെ നോക്കി നടക്കാം അതിൻ്റെ ഉള്ളിൽ കൂടെ ആരാന്നറിയാൻ. ലാസ്റ്റ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, സാറേ ഈ ചുണ്ടാട്ട് ഇതിലേതാന്ന്. അപ്പോൾ അയാളാണ് എന്നെ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നത്, ഇതാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത്. അപ്പോൾ ജയിലിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി ഇത് കള്ളക്കേസാന്ന്. മറ്റേ ഞങ്ങൾ എന്താണെങ്കിലും ആളെ അറിയാണ്ടിരിക്കുമല്ലോ. അതിൽ കർലാസിൻ്റെ മുകളിൽ എഴുതിയേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് വിളിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് പോയി എന്നൊക്കെയാണ് കർലാസിൻ്റെ മുകളിൽ എഴുതിയത്. അങ്ങനെ സംഭവം ഇല്ലല്ലോ. അതുപോലെ നമ്മളിപ്പോൾ സംസാരിച്ച ആ ചേട്ടൻ്റെ വീട് ഇതാണ്. ഇത് വടക്കനാട് ടൗണാണ്, മീൻസ് അങ്ങാടിയുടെ ഭാഗമാണ്. അത് കഴിഞ്ഞ് നേരെ മുകളിലേക്ക് കയറുന്ന സ്ഥലത്ത് തന്നെയാണ് ഇതെല്ലാം. എന്നല്ലോ ഇവിടെയൊക്കെ ഇങ്ങനെ ഫെൻസിങ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ആന താർത്തിട്ടുണ്ട്, പല സ്ഥലത്തും പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ പള്ളിയും അതുപോലെ തന്നെ കോൺവെൻറ്റുണ്ട്. ഈ കോൺവെൻറ്റിൻ്റെ പറമ്പും ഇതേപോലെ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയുടെ പറമ്പിലും ഇഷ്ടംപോലെ നശിപ്പിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ പറമ്പിൽ നിന്ന് പള്ളിയുടെ ആസ്പെറ്റേഴ്സിലായിട്ടൊക്കെ മറിച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഈ കോൺവെൻറ്റിൻ്റെ പറമ്പിൽ എന്തൊക്കെയാണ് കളഞ്ഞിട്ടുണ്ടായെന്ന് നമുക്ക് നേരിട്ട് പോയി നോക്കാം കേട്ടോ. ഇവിടെയും സ്ഥിരമായി ആന വരുന്ന ഒരു പ്രദേശം കേട്ടോ. ഇതെന്നാ സംഭവം, ഇതെന്നാ നടന്നേ? ഒരാഴ്ചയല്ലേ? മടത്തിനോട് ചേർന്നുള്ള 1-2 തെങ്ങ് ബാക്കിയുള്ള തെങ്ങ് മറിച്ചിട്ടേക്കുന്നുള്ളത്. നല്ല നല്ല തെങ്ങുകളാട്ടോ. അതുപോലെ അവിടെ വാഴയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. നല്ല മറിച്ചിട്ടല്ലേ? നമ്മൾ മെഷീൻ വെച്ച് വിളിച്ചാൽ കിട്ടിയില്ലല്ലേ അങ്ങനെ? അതെന്തായാലും തിന്നുന്നുണ്ടോ അതിനകത്ത്? ഒന്നുമില്ലല്ലോ.
സിസ്റ്ററിൻ്റെ പേരെങ്ങനെയാ? എന്നൊരു പുഷ്പ ജോസഫ് സിസി. ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നുണ്ടോ? സ്ഥിരം വരുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ വന്നിട്ട് തെങ്ങെല്ലാം കളഞ്ഞു, തെങ്ങ് കളഞ്ഞു, അതുപോലെ തന്നെ വാഴകളും മുള്ളു കളഞ്ഞു. അതിന് വന്നിട്ട് കുറേ തെങ്ങും വാഴയും കമുകും എല്ലാം കളഞ്ഞിട്ടുണ്ട്. മിനിങ്ങാന്ന് കയറിയിട്ട് വേലി മൊത്തം പൊളിച്ച് കളഞ്ഞു, മുള്ളും വിട്ട് വേലി മുഴുവൻ പൊളിച്ച് കളഞ്ഞു. ഇതിപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ പ്രശ്നം ഇവിടെ സ്ഥിരമുള്ള 10-15 തെങ്ങാണ് മുഴുവൻ തെങ്ങ് കളഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് തെങ്ങെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി കോൺവെന്റിന്റെ ആ ഒരു പ്രദേശത്തുള്ള തെങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? അത് മാത്രമേ ബാക്കിയുള്ളൂ. 10-25 തെങ്ങ് ഇത്ര കളഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ. 10-25 ആ. എത്ര നാളുകൊണ്ട്? 2-3 വർഷങ്ങൾ കളഞ്ഞിട്ടുണ്ടാവും. 2-3 വർഷമുണ്ട് അല്ലേ? ഇതുണ്ടോ, ഇതാണ് കഴിഞ്ഞ കയറിയിട്ട് മൊത്തം കളഞ്ഞേക്കുന്നത്. ഇവിടെ ഈ വാഴയൊക്കെ കളഞ്ഞല്ലേ? ആ വേലി മൊത്തം, ആ വേലിക്കല്ലെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. അവിടെ ഇല്ല, ഉണ്ടോ വേലിക്കല്ലെല്ലാം പൊട്ടിച്ചിടുന്നുണ്ടോ? ഇതിപ്പോൾ രണ്ടാമത് വെച്ചാ? ഇത് ഇന്നലെ കയറിയതാണ്. ഇത് രണ്ടാമത് പിടിപ്പിച്ചാ? ആ, ഇത് ആ വേലിക്കല്ലെല്ലാം പോയിട്ട് വേറെ പിടിപ്പിച്ചാ. ഇതേപോലത്തെ കല്ലല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടാ വന്നേ? ഇവിടെ ഇങ്ങോട്ട് അതിലിറങ്ങി സ്ഥിരം ഇറങ്ങി സ്ഥലത്ത് സ്ഥിരം വരുന്ന ആന വരുന്നത്. ഇറങ്ങിപ്പോകുന്ന അപ്പുറം വഴി ഇറങ്ങി പോകുന്നത്. വാഴയൊക്കെ നമുക്ക് നഷ്ടം. നമുക്ക് തെങ്ങാണ് ഇപ്പോൾ ഒരു കിലോ തേങ്ങയ്ക്ക് 60 കൊടുക്കും, 60 കൊടുക്കും. എണ്ണയ്ക്കാണെങ്കിൽ തന്നെ ഒരു ലിറ്ററിന് 10-200 വെച്ച് എണ്ണയ്ക്കാവും. അത് നമുക്ക് ഭയങ്കര സഹിക്കാൻ പറ്റും. വാഴ നമുക്ക് പോട്ടം വെട്ടിക്കളയാൻ നോക്കാം. ഈ തെങ്ങും വാഴയൊക്കെ കമുകും വെട്ടിക്കളയാൻ പറ്റില്ലല്ലോ. വലിയ നഷ്ടമല്ലേ? ഭയങ്കര നഷ്ടം. 10-30-40 വർഷം പഴക്കമുള്ള തെങ്ങാണ്. ഒരു തെങ്ങ് നമ്മൾ പിടിപ്പിക്കുന്നത് തന്നെ എത്ര വർഷം കഷ്ടപ്പെട്ട വെള്ളം കോരി വെച്ച് പിടിപ്പിക്കുന്നത്. ഒരു നിമിഷം കൂടെ ഞങ്ങൾ നോക്കിയത് 5 മിനിറ്റ് പരിപാടി കഴിഞ്ഞു. കണ്ടായിരുന്നു ഞങ്ങൾ ടെറസൊക്കെ നോക്കുമ്പോൾ അന്നേരമാണ് കാണുന്നത്. ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ അന്നേരം ഇറങ്ങി ഓടിപ്പോയി. അല്ല നമ്മൾ ചിലപ്പം പുറത്തേക്ക് നമുക്ക് പറ്റില്ലല്ലോ. ഇതിനും ഇറങ്ങിയിട്ട് മാവും ഗേറ്റിലെ വളച്ച് കളഞ്ഞു. ഗേറ്റ് മൊത്തം മൊത്തം വളച്ച് കളഞ്ഞു. അതിൽ തന്നെ കയറി പോന്നു. അന്ന് തന്നെ കുറേ മാങ്ങപ്പഴം മൊത്തം മാവ് ഒലിക്കും മുഴുവൻ മാങ്ങയും തിന്നിട്ട് പോയി. ഫുള്ള് മാവ്, മുറ്റത്തേക്ക് മാവ് മുഴുവനും. ഈ ഇവിടെ കുട്ടി ചോദിച്ചു കുറേ വർഷങ്ങളായി. ഇവൾക്ക് സ്ഥിരം കാണുന്നയാ. 11 വർഷം ഇവിടെ വന്നിട്ട് 11 വർഷം ഇതാ. അന്നൊക്കെ നട്ട് തേങ്ങ ഫുള്ള് തേങ്ങ മൊത്തം പോയിക്കൊണ്ടിരിക്കും മുഴുവൻ. അവൾക്ക് ഇവിടെ ഒത്തിരി തെങ്ങുണ്ടായിരുന്നല്ലേ? അല്ലേ? ഇപ്പൊ എല്ലാം നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള തേങ്ങയൊക്കെ പുറത്തുനിന്ന് മേടിക്കും. വാങ്ങേണ്ടി വരും, നമുക്ക് വാങ്ങാൻ പറ്റിയതാണ്. പക്ഷെ വാങ്ങുമ്പോൾ ഇവിടെ പൈസ നമുക്ക് ഇടുന്ന് കിട്ടും. കമ്പ് തന്നെയാണ് 1 കിലോ അടക്കിക്ക് 150 രൂപ 250 രൂപ കിട്ടുന്നത്. പക്ഷേ മുഴുവൻ കളഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇതിലാണ് കയറി പോത്തി അങ്ങോട്ട് പോയത്. പണ്ട് മറിച്ചിട്ടാ? ഇതിപ്പോ ഇന്ന് കഴിച്ച് കയറിയതാണ്. അതിന്റെ കാൽപ്പാടാ കാണുന്നത്. പ്ലാവ് നോക്കിയിട്ട് തള്ളാൻ നമുക്ക് പറ്റിയില്ല, അതാണ് അങ്ങനെ ഇട്ടിട്ട് പോയത്. തള്ളി തരാൻ നോക്കിയിട്ട് പറ്റാത്തതുകൊണ്ടാണ് മണ്ണ് പൊങ്ങി കിടക്കുന്നത്. ആ, ഓ, ഈ പ്ലാവ് തള്ളി മറിക്കാൻ നോക്കിയാട്ടോ. ഇതിലാണ് ഇവിടെ ഇപ്പോൾ എത്ര കല്ല് ഞങ്ങൾ വന്നപ്പോൾ 3 വർഷമായപ്പോൾ തന്നെ ഒരു 10-50 കല്ല് നമ്മൾ മാറ്റി. ഇപ്പം തന്നെ മാറ്റി കഴിഞ്ഞു. ഈ വന്നപ്പോൾ തന്നെ എത്ര കല്ല് വേലിക്കല്ല് മാറ്റിയെന്നറിയോ? നമ്മൾ സ്ഥിരം നമുക്ക് മാറ്റാൻ തന്നെ. അതിന് ഒരു കല്ല് വാങ്ങണമെങ്കിൽ നമ്മൾ ഇവിടെ 10 ഇപ്പം നമ്മൾ കൊണ്ടുവരണം. പണിക്കൂലിയും വേണം. ഇതിലാണ് ഇപ്പോഴും പോക്കോട്ടെ സ്ഥലം. ഇത് കണ്ടോ, ഇത് കഴിച്ച് കൊടുത്തിട്ടോ. കുരുമുളക് കണ്ടോ, ഒട്ടിരുന്നുണ്ടോ? പറമ്പിൽ കയറിയാൽ ഇതേ കാണാനുള്ളൂ കേട്ടോ. നഷ്ടങ്ങൾ മാത്രമേ കാണാനുള്ളൂ. ഈ ഒരു തെങ്ങുകളെ 1-2 തെങ്ങേ ബാക്കിയുള്ളൂ. ഈ തെങ്ങ് ഒടിച്ചിട്ട് കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ മുകളിലേക്കാട്ടോ വീഴുന്നത്. മയിൽ, കാട്ടുപന്നി, മാന്, പിന്നെ കാട്ടാട്, കുരങ്ങ്, ഇതാ ഏറ്റവും ശല്യ സാധനങ്ങൾ. ഇത് ചാടിക്കുന്ന കപ്പയൊക്കെ ഫുള്ള് കുത്തിക്കളയുന്ന സാധനമായിട്ട് ഒരു സാധനം കിട്ടില്ല നമുക്ക്. മയിലൊക്കെ നമ്മൾ വീടിന് പുറത്ത് വന്നിരിക്കുന്നത്, വീടിന് പുറത്ത് മയിൽ കയറിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഗേറ്റ് കണ്ടോ? ഈ ഗേറ്റ് വളഞ്ഞായിരിക്കുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഇതൊക്കെ ആന ഒരു പ്രാവശ്യം ഇറങ്ങി ഈ ഗേറ്റ് ചവിട്ടി വളച്ച് ഉള്ളിലേക്ക് കയറിപ്പോയതാട്ടോ. അതങ്ങനെ വളഞ്ഞിരിക്കുന്നത്. വളവ് കാണണമെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ കേട്ടോ. നിവർത്തിയല്ലേ? അല്ലേ? ഓഹോ, ഇത് ചവിട്ടി മറിച്ചിട്ടായിരിക്കും അല്ലേ? ഈ കാണുന്നതാണ് പള്ളി. അതുപോലെ ഈ നമ്മൾ ആദ്യം കണ്ട ആ ചേട്ടൻ്റെ പറമ്പാട്ടായി കാണുന്നത്. പുള്ളിക്ക് നടന്നു വരാൻ പറ്റാത്തതുകൊണ്ട് നമുക്കൊരു ജീപ്പിന് വരുന്നതാണ്. ഇവിടെ ഇതേപോലെ പുള്ളിയുടെ പറമ്പിലുണ്ടായിരുന്ന ആന ഈ കാണുന്ന ഒരു തെങ്ങ ഒടിച്ച് വെച്ചേക്കുന്നുണ്ടോ? തെങ്ങ ഒടിച്ചിട്ടേക്കുന്നുണ്ടോ? ഇതേപോലെയാണ് നേരെ വന്ന് വീണത്. ഇതാ ഇത് പള്ളിയുടെ ഹാളത്. സൺഡേ സ്കൂളല്ലേ? വേദപാഠ ക്ലാസ്സിൻ്റെ കെട്ടിടമാണ്. അതിൻ്റെ മുകളിലേക്കാണ് മറിഞ്ഞ് വീണത്. ഈ ഒടിച്ചിട്ട് തെങ്ങ് ബാക്കിയതാ. അത് വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ക്രോസായിട്ടാണ് കിടന്നത്. വണ്ടി പോയായിരുന്നു അല്ലേ? ആണല്ലേ? ഓഹോ, വണ്ടിയൊക്കെ പോയിട്ട് ബ്ലോക്കായി പോയായിരുന്നു അല്ലേ? പിന്നെ ഇത് ആരാ വെട്ടി എടുത്തേ?
അവർ തന്നെ വന്നു എന്നോട് വെട്ടി മാറ്റാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു നിങ്ങൾ വെട്ടി മാറ്റാൻ എനിക്ക് സുഖമില്ലാത്ത. പിന്നെ അവർ വാളും കൊണ്ട് വന്നിട്ട് മുറുക്കി ചെയ്തു. ആണല്ലേ? പള്ളിപ്പറമ്പിൽ ഇതുപോലെ കയറിയിട്ടുണ്ടല്ലേ? അതെ അതെ അതെ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സുരേഷ്. ചേട്ടൻ്റെ പറമ്പിൽ ഇതുപോലെ ഇതേപോലെ കളഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പിന്നെ സന്ധ്യയാകുമ്പോഴേക്കും ആന വരും. ആന വന്നു കഴിഞ്ഞാൽ പിന്നെ പോകില്ല. നമ്മൾ എത്ര ബഹളം ഉണ്ടാക്കിയാലും ആന പോകില്ല. ആന നമ്മളെ ഓടിക്കാൻ വരിക. അപ്പോൾ പിന്നെ ഫോറസ്റ്റുകാരെ വിളിക്കണം. അവർ നൈറ്റ് പെട്രോളിംഗ് ഉണ്ട്. അവർ വന്നിട്ടാണ് പടക്കമൊക്കെ പൊട്ടിച്ച് ഓടിക്കുന്നത്. അവർ തന്നെ ആനയെ ഓടിക്കുകയാണ്. ഇത് വടക്കനാട് ഗവൺമെൻറ് ഒപ്പം ഉണ്ടായിരുന്ന ഒരു ആനയായിരുന്നു. സ്ഥിരം ശല്യക്കാരനാണ്. വടക്കനാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്. കൊന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്ന ആനയാണ് ഇപ്പോൾ. ഇതിപ്പോൾ ആദ്യമൊന്നും ആളുകളോട് ഉപദ്രവമില്ലായിരുന്നു. ഇപ്പോൾ ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങി. നമ്മൾ ടോർച്ച് അടിച്ചുകൊണ്ട് ചെല്ലാനെ ബഹളം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. മുട്ടിക്കൊമ്പനാണ്. തിരിച്ചു ഓടിക്കും അത്. അതിൻ്റെ കൂടെ വേറൊരു കൊമ്പനും വരുന്നുണ്ട്. 2 ഉണ്ടായത്. മിക്കവാറും ഒറ്റയ്ക്കായിരിക്കും. ചിലപ്പോൾ 2 വരാറുണ്ട്. ഇപ്പോൾ നമുക്കിത് പുറത്തിറങ്ങാനോ രാത്രി പുറത്തിറങ്ങാനോ നമുക്കൊന്നിനും കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ഇപ്പോൾ പറമ്പിൽ നിന്ന് ഓടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നതാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ ആന വീടിൻ്റെ മുറ്റത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ആന ഇരുട്ടായതുകൊണ്ട് ആന നിൽക്കുന്നത് കണ്ടില്ല. ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആനേനെ മുമ്പിൽ പെട്ടുപോയത്. പിന്നെ ആന ഓടിച്ചപ്പോൾ റോഡിൽ വീണു. അന്ന് കുറേ പരിക്കൊക്കെ പറ്റിയിരുന്നു. അന്ന് പിന്നെ ഉപദ്രവിച്ചില്ല ആന. എത്ര നാളായി? അതൊരു 2 വർഷം ആവുന്നതേ ഉള്ളൂ. ആന പലപ്പോഴും ഇതിന് മുമ്പിൽ പോയി പെടാറുണ്ട്. ഇത് എവിടെ വന്ന് നിൽക്കുക എന്നുള്ള കാര്യം നമുക്കറിയില്ല. മൊത്തത്തിൽ ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല. ഇല്ല ആനനെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ചുരുങ്ങിയതിപ്പോൾ എൻ്റെ പറമ്പിൽ ഇപ്പോൾ ഒരു 10ഓളം തെങ്ങുകൾ കളഞ്ഞു. അതിനടുത്ത് കവുങ്ങുകൾ, വാഴ. ഇപ്പോൾ പ്ലാവിൽ ചക്കയൊന്നും ഇല്ല. കാരണം ഞങ്ങൾ ചക്ക നിർത്താറില്ല. ഒഴിവാക്കുകയാണ്. ഇപ്പം നമ്മളുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ ചക്ക കിട്ടാത്ത സ്ഥിതിയിലേക്കാണ് വരുന്നത്. ചക്ക, മാങ്ങ. ഇനിയിപ്പോൾ വല്ല അതോട് ശല്യം കൂടുള്ളൂ. കഴിഞ്ഞ തവണ ജൂൺ വരെ, ജനുവരി തൊട്ട് ജൂൺ വരെ എൻ്റെ പറമ്പിൽ 10 തവണയാണ് ആന വന്നത്. 1 ഏക്കർ പറമ്പിൽ 10 തവണ ആന വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. കാപ്പിക്കൊക്കെ ഇപ്പം നല്ല വിലയുണ്ട്. ഒരു കാപ്പിക്കും കൊമ്പുകളില്ല. നിങ്ങൾക്ക് വന്നാൽ കാണാതെ അങ്ങനെ പഠിച്ചു. നമ്മൾ താഴേക്ക് പോയി തുടങ്ങുമ്പോൾ തന്നെ കണ്ടോ ഇവിടെ ഒരു തെങ്ങിൻ്റെ മോശം കണ്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ പറമ്പാട്ടോ. എല്ലാവർക്കും നഷ്ടം വരുന്നുണ്ട്. എല്ലാവരും ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. മുമ്പിൽ ഇതേപോലെ നമുക്കിങ്ങനെ നാശനഷ്ടം കാണാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇന്നല്ലെങ്കിൽ ഇതുണ്ടോ ഈ മുള്ളുവേലിയൊക്കെ ചവിട്ടിയിട്ടേക്കുന്നതായിരിക്കും അല്ലേ? അതെല്ലാം പൊളിച്ചാണ്. ഇത് വേണ്ട. ഇവിടെ മുള്ളുവേലി ഇല്ലല്ലോ. മൊത്തം കാര്യം പൊളിക്കണോ കേട്ടോ. ഈ തെങ്ങ് കണ്ടോ കിടക്കുന്നുണ്ടോ. മുള്ളുവേലി നശിപ്പിച്ച് ഇത് പള്ളിയിൽ പറമ്പാ? ഇത് കണ്ട അതിൻ്റെ ഗേറ്റ് കണ്ട. എൻ്റെ മോനെ ഇതിവിടെ ഇങ്ങനെ ഒരു ഗേറ്റ് മൊത്തത്തിൽ 2 പാളി ഗേറ്റ് ഉണ്ടായിരുന്നു. അത് ഒടിച്ച് കാണുന്നല്ലേ. ഇത് കണ്ട. ഇതൊക്കെ എന്ന് നടന്ന സംഭവം? ഇതൊക്കെ 2 വർഷത്തിനുള്ളിൽ നടന്ന ഇതൊക്കെ അല്ല. അറിഞ്ഞു പോലുമില്ല. ഉണ്ടോ ഒടിഞ്ഞു പോയില്ലേ. അതൊക്കെ സെമിത്തേരിയൊക്കെ കാണണം. സെമിത്തേരി എല്ലാം ചവിട്ടി പൊട്ടിച്ച്. അതൊന്ന് കാണിച്ചെന്ന്. ഇതിലൊക്കെ എത്രയധികം തെങ്ങുകളുണ്ടായിരുന്നു. ഈ കവുങ്ങൊക്കെ എങ്ങനെ പൊട്ടിച്ചിട്ട്? കവുങ്ങ് അതെല്ലാം ആണ്. ഒരൊറ്റ തെങ്ങില്ല കേട്ടോ. ഇത് പള്ളിയുടെ സെമിത്തേരിയാണ്. സെമിത്തേരി ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട്. സെമിത്തേരിനെ മാത്രം പൊളിച്ചു. ഇതൊക്കെ ആന ചവിട്ടിട്ട് പൊളിച്ചു കളഞ്ഞാ? ഇതൊക്കെ ആന ചവിട്ടിട്ട് ഇവിടെ ഈ തെങ്ങ് കളയാനും ഇതൊക്കെ ആന പൊട്ടിച്ചാ? ആന ചവിട്ടി കളഞ്ഞത്. എൻ്റെ അമ്മ. ശവകുടീരത്തിലും ഓരും ഇവിടെ വിശ്രമിക്കുന്നവർക്ക് പോലും സ്വസ്ഥതയില്ലെന്നല്ലേ. സെമിത്തേരി പോലും ആളുകൾക്ക് സമാധാനം ഇല്ല എന്നുള്ളതാണ്. എനിക്ക് പൊട്ടിച്ചിട്ടേക്കുന്ന ഈ മതിലൊക്കെ പൊളിച്ചതാണ്. തൊട്ടങ്ങ് ദൂരേക്കാണ് അവിടെ ഫോറസ്റ്റ് ഉണ്ട്. ഈ വടക്കനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡും ഫോറസ്റ്റ് ഉള്ളൊരു പ്രദേശമാണ്. പക്ഷേ എല്ലായിടത്തും ഫെൻസിങ് ഉള്ളതാണ്. ആളുകൾ ഇഷ്ടംപോലെ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ അവിടുത്തെ അവസ്ഥ ഇതാണ്. ഇവിടെ വടക്കനാട് പ്രദേശം ഒരു 10,000-6,000 കുടുംബങ്ങളില്ല. പിന്നെ ഒരുപാട് ജനങ്ങളുണ്ട്. ഇവിടെ നല്ലോണം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് വടക്കനാട്. വടക്കനാട് നൂൽപ്പുഴ പഞ്ചായത്തിൽ 1-ാം വാർഡാണ് ഇത്. 1, 2 വാർഡുകളാണ്. 1, 2, 3 വാർഡുകളാണ്. 3 വാർഡുണ്ടല്ലേ? 3 വാർഡും. കാരണം ചുറ്റും വനത്താൽ ചുറ്റപ്പെട്ട ഭാഗങ്ങളിൽ. ഇതിപ്പോൾ കണ്ട വയൽ കഴിഞ്ഞാൽ അപ്പുറത്തെ ഫോറസ്റ്റ്. ആന നേരെ ഇറങ്ങുന്നത് ഫോറസ്റ്റിലേക്ക്. അവിടെ ട്രെഞ്ച് ഉണ്ട്, ഫോറസ്റ്റിൻ്റെ ഫെൻസിങ് ഉണ്ട്. അതെല്ലാം പൊളിച്ചിട്ടാണ് ആന ഇങ്ങോട്ട് കിടന്നത്. ഇനിയിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇട്ടാലും അതും ചവിട്ടി പൊളിക്കുകയാണ്. ഇതൊക്കെ പൊട്ടിച്ചാന? അതൊക്കെ ചവിട്ടി പൊട്ടിച്ചളഞ്ഞു. ഇതൊരു വല്ലാത്ത കാഴ്ച കേട്ടോ. ഞാൻ ഇങ്ങനൊരു കാഴ്ച ഇതുവരെ വയനാട്ടിൽ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ അങ്ങനെ ചവിട്ടി പൊട്ടിച്ചാണ്. സെമിത്തേരി പോലും വെറുതെ വിടുന്നില്ല കേട്ടോ. അതെല്ലാം തള്ളിനൊക്കെ മറിച്ചില്ല. സെമിത്തേരിയുടെ തൊട്ട് അത് വേറെ കവുങ്ങ് മറിക്കുമ്പോൾ അതിന് മേലേക്ക് വീഴുന്നു. ചേട്ടൻ്റെ പറമ്പിൻ്റെ തൊട്ടിപ്പറയല്ലേ? ഇതൊക്കെ ഞങ്ങളുടെ പറമ്പ്. ചേട്ടൻ്റെ പേര് സുരേഷ് അല്ലേ? എൻ്റെ പേര് സുരേഷ്. എൻ്റെ പറമ്പിലെത്തി കേട്ടോ. നിങ്ങളിപ്പോൾ എത്ര വർഷമായിട്ടോ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങളിവിടെ അച്ഛനൊക്കെ 69 വന്നതാണ്.
എന്തായാലും 10-60 വർഷം എന്തായാലും പിന്നെ 60 വർഷത്തിന് മേലെയായി. 60 അല്ലല്ലോ, 70-80 വർഷം. 80 വർഷത്തോളം. നിങ്ങൾക്ക് ഇവിടെ സമ്മതിക്കണം കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് മനസ്സിലാവില്ല. എന്താ ചെയ്യണം, ഇനിയൊരു പറിച്ചിനടിയിലൊന്നും സാധ്യമാണ് ഞങ്ങൾ. അതെ അതെ അതെ, ഒരു ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ടത്. അതെ. ഇത് ഈ തെങ്ങുകളൊക്കെ എത്ര തെങ്ങുകളാണ് ഞങ്ങളുടെ കളഞ്ഞെന്നറിയും. ഇതിപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നേരെ ഇങ്ങോട്ടല്ലേ കടന്നു വരുന്നത്. അതെ, അവിടെ നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. രാത്രി ആയി കഴിഞ്ഞാൽ ഇല്ല, വണ്ടിക്ക് പോലും പോകാൻ ഇതിൽ ഞങ്ങളിപ്പോൾ രാത്രി ഞങ്ങൾ പുറത്തിറങ്ങാറില്ല. ഓഹോ, ഒരു ആശുപത്രി കേസ്. അതൊക്കെയാണ് പാടുന്നത്. ഇപ്പോൾ നമ്മൾ ടൗണിലൊക്കെ പോകണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് വിളിച്ചാൽ ആരും വരില്ല, ബത്തേരിയൊന്നും വരില്ല. ഓഹോ, അവരെ സംബന്ധിച്ചാൽ അവർക്ക് പേടിയാണ്. വടക്കനാടെന്ന് പറഞ്ഞാൽ പേടി. വടക്കനാടെന്ന് പറഞ്ഞാൽ ഒരുക്കാരൊന്നും ആരും വരില്ല. വരികയാണെങ്കിൽ അവർ നല്ല ചാർജ് വാങ്ങും. ഈ തെങ്ങൊക്കെ അങ്ങനെ മറിച്ചിട്ട് ഇതിപ്പോൾ ഈ ഇടയ്ക്ക് ജനുവരി 6-ാം തീയതി വന്ന് മറിച്ചതാണ്. പല പല തെങ്ങുകളും കുടുങ്ങണ്ട തെങ്ങൊക്കെ പോകുന്ന വഴിക്ക് കിടക്കുന്നതാണ് കേട്ടോ. ഫെൻസിങ് ഇടുന്നൊക്കെ വെറുതെ അല്ലേ? ഇല്ല, ഫെൻസിങ് ഒന്നും ഇട്ട് കാര്യമില്ല, ഫെൻസിങ്ങിലേക്ക് മറിക്കും. ഇത് കണ്ടില്ലേ? വടക്കനാട് ഇതിന് പിന്നെ പല എപ്പിസോഡുകളിൽ വടക്കനാട് ഭാഗത്തെ കാഴ്ചകൾ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതുവരെ വരാത്തൊരു പ്രദേശം കേട്ടോ. അതാ തെങ്ങിൻ്റെ കടയൊക്കെ കാണിച്ചു കൊടുത്താലേ നമുക്ക് അതിൻ്റെ വശങ്ങളും മനസ്സിലാവുള്ളൂ. അത്രയും വലിയ തെങ്ങുകൾ ഒടിഞ്ഞു പോകുന്നത് എങ്ങനെയാണ്. ഞാൻ അങ്ങോട്ടാ ചെറുതും വലുതുമായ കവുങ്ങൊക്കെ ഇത് കണ്ട ഒക്കെ ചവിട്ടി കാണും. ഈ കവുങ്ങുകളൊക്കെ ഇതൊക്കെ കാഴ്ച തുടങ്ങാനായതാണ്. ഇതൊന്നും തിന്നിട്ടേ ഇല്ല, വെറുതെ ഒടിച്ചിട്ട് മാത്രമേ ചെയ്തത്. ഇതിൽ തോട്ടത്തിലുണ്ടാകുന്ന ഈ വാഴകളൊക്കെ വെട്ടി ഒഴിവാക്കിയതാ വാഴകളൊക്കെ. വാഴകളുണ്ടായിരുന്നു, ഏത്തവാഴ, ഞാലിപ്പൂവൻ. വാഴയൊന്നും ഇപ്പോൾ വെച്ച് വെക്കുന്നില്ലല്ലേ? ഇപ്പോൾ വാഴയൊന്നും നിർത്താറില്ല. വാഴയെല്ലാം വെട്ടി ഞങ്ങൾ ഒഴിവാക്കി. അതിന് നല്ലൊരു വരുമാനം ഈ വാഴക്കൊലയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാലിപ്പൂവിനും ഏത്തവാഴയ്ക്കൊക്കെ നല്ല വിലയല്ലേ ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. 2 വർഷമായി തെങ്ങ് തൈ അതൊക്കെ ഉണ്ട്. ഒരു സാധനം കിട്ടി ഒന്നുമില്ല. ചെറിയ തൈ പോലും കളയും അല്ലേ? ഇനിയിപ്പോൾ ഒരു 4 തെങ്ങേ ഉള്ളൂ. ഈ തെങ്ങൊക്കെ ഇനി എന്ന് പോകുന്നു അതൊന്നും അറിയില്ല. ഇതുകൊണ്ട് ഗ്യാരണ്ടി ഒന്നുമില്ല അല്ലേ? തെങ്ങിനൊന്നും ഗ്യാരണ്ടി ഇല്ല, മനുഷ്യൻ്റെ ജീവന് ഗ്യാരണ്ടി ഇല്ല. എപ്പോഴാണ് ഇനി തെങ്ങിന് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? ഞങ്ങളിപ്പോൾ പേടിച്ച് തന്നെ ജീവിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ഒരു വരുമാനങ്ങളൊന്നും ഇപ്പോൾ കാപ്പിക്കൊക്കെ ആണെങ്കിൽ നല്ല വിലയായി. അതുകൊണ്ട് ഇപ്പോൾ കാപ്പി ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. കാപ്പിക്കൊന്നും കൊമ്പുകളില്ല, എല്ലാം ഒടിച്ചിട്ട് വെക്കുക. അത് കടന്നു പോകുമ്പോൾ ഒടിഞ്ഞു പോകുന്നതാണ്. 2-3 തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ കാപ്പിക്ക് ഒന്നും തന്നെ കൊമ്പൊക്കെ എല്ലാം ഒടിച്ചു കളയുക. ഇതൊക്കെ ചവിട്ടി കളഞ്ഞതാ, ഒടിഞ്ഞതല്ല, ആന ചവിട്ടിയതാണ്. ചാഞ്ഞ് വെക്കുന്നുണ്ട്. ഇതൊക്കെ പോയി. ഇതൊക്കെ എത്ര വർഷമായ തൈകളാണ്. ഇതൊക്കെ ഇത്രയായി വരണമെങ്കിൽ എത്ര ഞങ്ങളുടെ അധ്വാനം ഉണ്ട് ഇതിന്. ഇതിനൊക്കെ അവർ കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ വളരെ ചെറിയൊരു പൈസ മാത്രമേ ഇത് തരുള്ളൂ. ഇതാണ് ഇത്ര വലിയ കാപ്പീൻ്റെ കൊമ്പുകളൊക്കെയാണ് ഒടിച്ചു കളയുന്നത്. പിന്നെന്താണ് ഇതിൽ കാപ്പി ഉണ്ടാവുക? കമ്പി ആയിരിക്കും അത് ഫെൻസിങ്ങിൻ്റെ കമ്പി പൊളിച്ച് കിടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. അടയാളം കണ്ടോ? അത് കൊമ്പെടുത്ത് കുത്തുന്നതാണ് അത്. കാരണം ഇതിന് നല്ല മാങ്ങ, നല്ല നാട്ടുമാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ. പക്ഷേ അതുകൊണ്ട് ഒരു മാങ്ങ പോലും നമുക്ക് കിട്ടില്ല രാത്രി. അതെല്ലാം രാത്രി വീഴുന്നതെല്ലാം അത് പെറുക്കി തിന്നും. പിന്നെ കുലുക്കും. അതിൻ്റെ പച്ചമാങ്ങ എല്ലാം താഴെ വീഴിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടായി. പ്ലാവെല്ലാം വെട്ടി ഒഴിവാക്കുക. മാവും പ്ലാവൊക്കെ ഇപ്പോൾ വെട്ടി ഒഴിവാക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. കാരണം മറ്റുള്ള വിളകളെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. സാധനം ഒറ്റ കൈക്ക് കർഷകർ ചെയ്യുന്ന ഓരോ പരിപാടി കേട്ടോ. ഇതിപ്പോൾ ആനയുടെ വരവ് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. കാരണം ഇത് നമ്മളിങ്ങനെ വെക്കുന്നു. അടിയിൽ ലൈറ്റർ വെക്കുമായിരിക്കും. ലൈറ്ററല്ല, ഇതിനൊരു പടക്കമുണ്ട്, അതാണ് വെക്കുക. കാരണം ലൈറ്റർ പൊട്ടിച്ചാലും ആന പോയല്ല. ഇല്ല, ഇതിപ്പോൾ നമ്മൾ കയറുമ്പോൾ അറിയാലോ, ഇതിങ്ങനെ തട്ടുമ്പോൾ വീഴും കമ്പിയിൽ. അപ്പോൾ ഇതിൻ്റെ താഴെ ഈ പടക്കം വെക്കുന്നതുകൊണ്ട് നല്ല സൗണ്ടിൽ അത് പൊട്ടും. അപ്പോൾ നമുക്ക് ആനേൻ്റെ വരവ് അറിയാമെന്ന് മാത്രം. എന്നും പൊട്ടുന്നുണ്ടല്ലേ? ഒറ്റ ദിവസവും ഇല്ലാത്തതുകൊണ്ട് ഇത് കയറി വരുമ്പോൾ ഇത് തട്ടുമ്പോൾ ഇത് പൊട്ടും. ഈ കമ്പിയെ തട്ടിയാൽ മതി, അല്ലാണ്ട് ഈ കല്ലിങ്ങനെ നിൽക്കണം. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇതിൻ്റെ ഈ പറമ്പിൽ കയറുന്ന അറിയണം. അല്ലെങ്കിൽ ഇതൊന്നും രാത്രി ചിലപ്പോൾ ഇതൊന്നും നമ്മൾ അറിഞ്ഞെന്നിരിക്കില്ല. പടക്കത്തിൻ്റെ സൗണ്ട് പൊട്ടുമ്പോൾ നമുക്കറിയാമല്ലോ. അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് പോയ കവുങ്ങളൊന്നും പോയതല്ല. ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാം ആന കളഞ്ഞതാണ്. ആന കളഞ്ഞിട്ട് നമ്മൾ പിന്നീടും വയ്ക്കും. ഇപ്പോൾ ഇത് 3 വർഷം 4 വർഷമായി. അതുകൊണ്ട് ഈ കവുങ്ങൾ കണ്ടില്ലേ എത്ര വർഷമായി കവുങ്ങൾ. അതിനുശേഷം പോകുമ്പോഴെല്ലാം നമ്മളിതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഈ സ്ലാബ് കണ്ടോ,
ആന ചവിട്ടിയതാണ് ചവിട്ടി വളഞ്ഞു പോയി അല്ലേ? എപ്പോഴും ഇതിൽ കൂടെ തന്നെ കയറി വരിക. നേരെ ഇതിലിങ്ങനെ വരും, ഇതിൽ കടന്നു പോകും. അങ്ങനെയാണ് ഇത് ഒടിഞ്ഞു പോയി. ഇത് നമുക്കിപ്പോൾ കന്നാലിന് ഇറക്കാനൊന്നും പറ്റില്ല. ഇതിൽ ഒടിഞ്ഞു പോയാൽ ധൈര്യപ്പെട്ട് പശുക്കളെ ഇറക്കാൻ പറ്റില്ല. നമുക്ക് കടന്നു വരാം. അല്ലേ? ഞങ്ങൾ കന്നാലിനെ ഇറക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടേ വളഞ്ഞു പോയി. അത് ഒടിഞ്ഞു പോയി. അത് സ്ഥിരമായിട്ട് 4-5 തവണ ഇതിൽ തന്നെ ആന വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര വലിയ സ്ലാബാണെങ്കിലും ഒടിഞ്ഞു പോകില്ല. ഇവിടെ നെല്ലൊക്കെ ഇപ്പോൾ കൃഷി ചെയ്യുന്നില്ലേ? നെല്ല് കൃഷിയുണ്ട്. നെല്ല് കൃഷി ചെയ്ത് തന്നെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. അത്രയേറെ ആനകളുടെ ശല്യം ഉണ്ടായിരുന്നു. ഉറക്കമൊന്നുമില്ല. ഞങ്ങൾക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊയ്ത്താവുമ്പോൾ മാത്രമല്ല, കതിരാവുമ്പോൾ തുടങ്ങി ഞങ്ങൾ കതിരാവുന്നവരെ മാനും പന്നിയാണ് ശല്യം. എത്തിച്ചു കഴിഞ്ഞാൽ വിത്തെല്ലാം പന്നി തിന്നും. പിന്നെ മുളച്ചു തുടങ്ങിയ മാൻ്റെ ശല്യങ്ങൾ തുടങ്ങി. മാനൊക്കെ കൂട്ടങ്ങളായിട്ടല്ല വന്ന് ഇറങ്ങണേ. അവസാനം ആനയും കതിരാകുമ്പോഴേക്കും ആന വരും. തത്തയും വരും അല്ലേ? തത്തകളങ്ങനെ ആനകളെ കൊണ്ടാണ്. ആനയും പന്നിയും മാനുമാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ നിർത്തിയത്. പിന്നെ മയിലൊക്കെ ഇപ്പോൾ ഒരുപാട് പെരുകിയിട്ടുണ്ട്. മയിൽ വരും, കുരങ്ങും മയിലെല്ലാം പകല്, രാത്രി പന്നിയും മാനും ആനയും. ഇനിയിപ്പോൾ കൃഷി അന്യം നിന്ന് പോകും. ഇവിടെ നിന്ന് ഇനി ആരും കൃഷി ചെയ്യാൻ ഇല്ലാതെ വരും. ഉണ്ടാവില്ല. തീർച്ചയായിട്ടും കൃഷി ചെയ്യില്ല. കാരണം നമുക്ക് മുടക്കുന്നത് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണ്ടേ. എന്ത് ബിസിനസ് ആണല്ലോ അല്ലേ? അതെ. ഒരു ലാഭമില്ലാണ്ട് ലാഭമില്ല. നമുക്ക് പൊടക്കുന്നത് പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഇപ്പോൾ ഫെൻസിങ് മൊത്തം പൊളിച്ചിങ് കയറി പോരും. അവർ വന്ന് മെയിൻറ്റെയിൻ ചെയ്യലൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആന എന്നും തന്നെ ആനയ്ക്ക് നമ്മളെക്കാട്ടും ബുദ്ധിയുണ്ട്. ആന തൂക്ക് ഫെൻസിങ് ഇട്ട് ഇപ്പോൾ തൂക്ക് ഫെൻസിങ്ങാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അതിട്ടിട്ടും കാര്യമില്ല. കാരണം ഈ തേക്ക് മരങ്ങളുള്ളിടത്തോളം സ്ഥലങ്ങളിൽ അത് പൊളിച്ചു കളയും. മരം മറിച്ചിട്ട് ഫെൻസിങ്ങും പിന്നെ ട്രെഞ്ചൊന്നും ഇനി ശാശ്വതമല്ല. ഈ ആനയെ പിടിച്ചുകൊണ്ട് പോകണം. ഇതിനെ മുട്ടിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോകേണ്ട നിവൃത്തിയില്ല. അതെ. ഇതിപ്പോൾ കോടിക്കണക്കിന് രൂപേൻ്റെ നഷ്ടമെങ്കിലും ഈ വടക്കനാട് തന്നെ വരുത്തിയിട്ടുണ്ട്. ഒരാന കാരണം ഞങ്ങളുടെ സ്വൈര്യവും നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ നെല്ല്, ഞങ്ങളുടെ കൃഷി ചെയ്ത സാധനങ്ങൾ ഇപ്പോൾ ആനയെ പേടിച്ച് വേറെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാതെയായി. ഇപ്പോൾ ഞാൻ പശുവിനെ വളർത്തുന്നത് എൻ്റെ പറമ്പിലൊക്കെ ഞാൻ കാലിത്തീറ്റ പുല്ല് മേടിച്ച് നട്ട്, നെയ്പ്പർ എന്നുള്ളതൊക്കെ ഞങ്ങൾ മേടിച്ച് നട്ട് വളർത്തിയത്. അത് മുഴുവൻ ആനയാണ് തിന്നത്. 3 പശുക്കൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ ചോളം പിന്നെ ഇറക്കിയാണ് ഞങ്ങൾ പശുവിനെ വളർത്തുന്നത്. ഒന്നാലോചിച്ചൊക്കെ സ്വന്തം പറമ്പിൽ പുല്ല് വരെയും നമുക്ക് കിട്ടേണ്ട ഒരു അവസ്ഥ വരും. നമ്മൾ നട്ടുവളർത്തുന്ന പുല്ല് മാത്രമല്ല, പറമ്പിൽ സ്വാഭാവികമായിട്ട് മുളയ്ക്കുന്നത് അവർ പറിച്ചു ചെയ്യും. പുല്ല് ആന നിന്നാൽ നമുക്കതിന് കോമ്പൻസേഷൻ ഇല്ല. നമ്മൾക്കുള്ളത് കാപ്പി, പിന്നെ കവുങ്ങ്, തെങ്ങ് ഒക്കെ കളഞ്ഞാലേ കോമ്പൻസേഷൻ ഉള്ളൂ. പുല്ലിനൊന്നും അവർ അതൊക്കെ ചെറിയ അവരുടെ കണക്കിൽപ്പെട്ട ഒരു പൈസ. അതിന് നിയമമുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതിനകത്ത് നിന്നിട്ടാണ് അവർ തരുന്നത്. ഒരു തെങ്ങിന് 750 രൂപ തന്നാൽ നമുക്ക് എങ്ങനെ മുതലാവും? ഒരു വർഷം നമുക്ക് ഒരു 2000 രൂപേൻ്റെ തേങ്ങയെങ്കിലും നമ്മൾ അതിൽ നിന്ന് പറിക്കുന്നുണ്ട്. ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല. കാരണം കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിച്ച് പഠിച്ചതുകൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടായി ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇനിയുള്ള വരും തലമുറ പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങാതെ നിൽക്കുന്നത്. അവർ നമ്മളോട് കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കാനും പറ്റില്ല. കണ്ടിട്ടല്ലേ? അപ്പോൾ അവർ ചോദിക്കുന്നത്, നിങ്ങൾ ഇത്രയും കാലം കൃഷി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയതെന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് മറുപടി പറയാനുള്ളത്? എപ്പോഴും കടങ്ങൾ മാത്രമല്ലാണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഏണിംഗ് ഒന്നും ഞങ്ങൾക്ക് കൃഷിയിൽ നിന്ന് ഇതുവരെയും കിട്ടിയിട്ടില്ല. കാരണം ബാങ്കുകളിൽ അങ്ങനെ ഞങ്ങളുടെ കടം പെരുകി വരിക എന്നല്ലാണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ശശി. ഇവിടെ ചേട്ടൻ്റെ പറമ്പിലും ഇതുപോലെ കളഞ്ഞിട്ടുണ്ടല്ലേ? കണ്ടവാനം കളഞ്ഞിട്ടുണ്ട്. ആണല്ലേ? കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ ആന ദിവസം വരുന്നുണ്ട്. ആന ചില ദിവസങ്ങളൊക്കെ വഴിക്കുന്ന ആരെങ്കിലൊക്കെ അടുത്ത് തിരിച്ച് വഴിക്കുന്ന അയക്കും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വരും. ആരെങ്കിലും ഓടിച്ചു വിടുന്നല്ലേ? ഓടിക്കും. ആരെങ്കിലും ഓടിക്കാൻ പറഞ്ഞാൽ ആന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വനംവകുപ്പിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വരും. അവർ വരുമ്പോഴേക്കും നശിപ്പിക്കേണ്ടൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും. എന്നാലും ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അവരെത്തുക. അവർക്കും ഒരുപാട് പരിമിതികളുണ്ട്. അവർക്കും കഴിയുന്നില്ല. പലയിടത്തുനിന്ന് വിളി വരുമ്പോൾ എല്ലായിടത്തേക്കും എത്താൻ അവർക്ക് കഴിയുന്നില്ല. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താ വെച്ചാൽ ആന ആക്രമിക്കാൻ തുടങ്ങി. മുമ്പൊക്കെ ഞങ്ങൾ ആ പടക്കമൊക്കെ പൊട്ടിച്ചാൽ ഓടുമായിരുന്നു. ഇപ്പോൾ ലൈറ്റ് അടിക്കുന്നിടത്തേക്ക് ഓടി വരിക. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ 20 മീറ്റർ പോലും എൻ്റെ വീട്ടിൽ നിന്ന് ഈ തെങ്ങ് ഈ തെങ്ങ് പറിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ലൈറ്റ് അടിക്കാൻ പേടി. പട്ടി വരച്ചപ്പോൾ പട്ടിയെ പിന്നെ കൂട്ടിലത്താക്കി. കാരണം ഈ പട്ടി വരയ്ക്കുന്നിടത്തേക്ക് ഓടി വന്നെങ്കിലും വിചാരിച്ചിട്ട് അത്രയ്ക്ക് ഭയാനകമാണ്. ഈ വഴി കൂടെയല്ലേ വരുന്നത്? ഈ വഴി കൂടിയാണ് വരിക. എന്നിട്ടാണ് മറ്റേ ചേട്ടൻ്റെ പറമ്പിലോട്ട് വരിക. അതിങ്ങനെ വന്നിട്ട് അതിന് ഇഷ്ടപ്പെട്ട പറമ്പിലേക്ക് കയറും. കാണാൻ തോന്നുന്നിടത്ത് കയറും. അത് തന്നെ ഇവിടെ കയറിയാൽ ഇഷ്ടംപോലെ തിന്നാണ്ട് അത് തിന്നും. തെങ്ങ്, കവുങ്ങ് ഒക്കെ എൻ്റെ പറമ്പിലെ പ്ലാവുകളെല്ലാം വെട്ടിക്കളഞ്ഞു ഞാൻ. നിറയെ മരങ്ങളുണ്ടായിരുന്നു. മുഴുവൻ വെട്ടിക്കളഞ്ഞു. മാവും പ്ലാവും ഒക്കെ വെട്ടിക്കളഞ്ഞു. കാരണം മറ്റുള്ളവരും ചീത്ത പറയാം, നിങ്ങളെ പ്ലാവിലെ കണ്ടിട്ടാണ് ആന വരുന്നത്, നിങ്ങൾ കാരണമാണ് ആന ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ബാക്കി എല്ലാവരും പ്ലാവ് കളഞ്ഞല്ലോ. എല്ലാവരും കളഞ്ഞു. കളയാൻ നിവൃത്തിയില്ല. മാവ് അതേപോലെ തന്നെയാണ്. അതിന് കൃത്യമായിട്ട് എൻ്റെ റൂട്ട് അറിയാം. അത് ആ സമയമാകുമ്പോൾ അതേ വഴിക്കോടെ വരും. ചക്കയാകുമ്പോൾ എന്നെ 2-3 പ്രാവശ്യം ഓടിച്ചു. അത് ഞാൻ ഇപ്പം എനിക്ക് പുറത്തിറങ്ങാൻ പേടി. 3 പ്രാവശ്യം എൻ്റെ പിന്നെ ആയുസിൻ്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടതാണ്.
ഇവിടെ തന്നെയാ? ഇവിടെ തന്നെ അതാ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തറവാട്ട് വീട്ടിൽ നിന്ന് താഴത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തോട്ടത്തിൽ നിന്ന് അവർ വിളിച്ചു ചോദിച്ചു ആന വയലിലേക്ക് ഇറങ്ങിയോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ടോർച്ചടിച്ച് നോക്കിയതാണ് ഇറങ്ങിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അന്നേരം ആന ചീറിക്കൊണ്ട് വന്നു. ഇവിടം വരെ വന്നു ആന നേരത്തെ. ഇവിടം വരെ വന്നു. ഇവിടം വരെ വന്നു. ഞാനും ആനയും തമ്മിലുള്ള അകലം കുറച്ച് കൂടുതലായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ. പിന്നെ നല്ല റോഡായതുകൊണ്ട് ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെട്ടു. ആ സമയത്ത് പറമ്പിലോ വയലിലൊക്കെ രാത്രി. അത് എത്ര നാളായി സംഭവം നടന്നത്? അത് നടന്നിട്ട് ഒരു 3 മാസത്തോളമായി. 3 പ്രാവശ്യം ഇപ്പം എന്നെ ഓടിച്ചു. ഇപ്പം എനിക്ക് ധൈര്യം വരുന്നില്ല പുറത്തിറങ്ങാം. ഒന്നാമത് പ്രായം കൂടി, ആരോഗ്യത്തിൻ്റെ പരിമിതികളുണ്ട്. പെട്ടെന്ന് ഓടി എത്തൂലല്ലേ? ഓടിയൊന്നും മരണം മുമ്പിൽ കിടക്കില്ല. നല്ല സ്ഥലമൊക്കെയാണ്. നമ്മൾ ആനയും നമ്മൾ തമ്മിൽ ഡിസ്റ്റൻസ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓടി രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ കഴിയില്ല. നല്ല സ്പീഡ് വരും. നല്ല സ്പീഡ് വരും. കരഞ്ഞിട്ട് വരും. ഒരൊറ്റ കൊലവിളി വിളിക്കും. ആ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ ഓടാതെ നിർത്തിയില്ല. ഈ വയലിൽ കൃഷി ഉണ്ടായിരുന്നപ്പോൾ അപ്പുറത്ത് നിന്ന് ആ കാണുന്ന വീടിൻ്റെ അവിടെ നിന്ന് എൻ്റെ അപ്പത്തുകുടിയിലെ വിരി എന്ന് പറഞ്ഞവനെ ഓടിച്ചു. ഓടിച്ച് നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് ആ പോയിന്റിലേക്ക് വരും ആന. അതാണ് എൻ്റെ ഒരു കണക്ക്. അവിടെ വന്നിട്ടാണ് പിന്നെ നോക്കുക ആന നമ്മളങ്ങോട്ട് പോയത്. അവിടെ സെറ്റ് ചെയ്തിട്ട് വരിക. അതാണ് ഈ ആദിവാസികൾ നേരെ ഓടില്ല, അവർ വളഞ്ഞോടും തിരിഞ്ഞോടും എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ്. നമുക്ക് ഈ രാത്രി ആന വരുമ്പോൾ വളയാനും തിരിയാനൊക്കെ ധൈര്യം വരുമോ? ഇരുട്ടത്തെ എവിടേക്ക് വളയാനാ? എവിടെ ചെന്ന് വല്ല താഴെ വീടുണ്ടെങ്കിൽ ആന ചുറ്റിക്കുട്ടി എടുക്കൂലേ? ഇവിടെ ഇഷ്ടംപോലെ ആളുകളെ കൊന്നിട്ടുള്ളതല്ല. ഇഷ്ടം പോലെ ആളെ കൊന്നിട്ടുണ്ട്. ഇപ്പം കൊല്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഈ ആനയുടെ ശീലങ്ങളും ആനയുടെ രീതികളും ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ജീവനി കൊതിയുള്ളവരൊന്നും പുറത്തിറങ്ങാത്തൊരു അവസ്ഥ വന്നു. അതാണ് ഇപ്പോൾ കൊല്ലാത്തത്. വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ബഹളമുണ്ടായി തന്നെ ഒച്ചയായിട്ട് തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വീട്ടുകാർ സമ്മതിക്കില്ല. വേണ്ട തിന്നിട്ട് പോയിക്കോട്ടെ, അല്ലെങ്കിൽ ജീവനെങ്കിലും ബാക്കി വരട്ടെ എന്ന് പറയും. അതാണ് സ്ഥിതി. എന്ത് ചെയ്യും? എന്തോരം സമരങ്ങളെടുത്ത് എന്തോരം നമുക്കൊക്കെ പൊതുജനങ്ങൾക്ക് അത് അസംഘടിത വർഗ്ഗമാണുള്ള കർഷകരെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഈ സമരങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ഇപ്പം സമരം ചെയ്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് സമരം ചെയ്ത് അവന് നഷ്ടപ്പെടാനില്ല. കിട്ടുമ്പോൾ അവന് ആ സമരം ചെയ്ത ദിവസത്തെ ശമ്പളോടെ കൂടി കിട്ടും. നമുക്കെന്ന് ആരും തരാനാ? ഒന്നും തരാനില്ല. ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ആരും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം കണക്ക് തന്നെയാണ്. ഭരിക്കുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ഇവർ ഭരണത്തിലെത്തുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. അവരും സ്വഭാവം ഇത് തന്നെ. എല്ലാം കണ്ണിപ്പോഴും ഇട്ടുകൊണ്ട് ഓട്ടടിക്കുന്നതിനാണ്. ഇച്ഛാശക്തിയോട് കൂടി ആരും ഒന്നും ചെയ്തിട്ടില്ല. കിട്ടുന്ന ഫണ്ടുകൾ തന്നെ വിനിയോഗിക്കുന്നത് തന്നെ വനംവകുപ്പ് പറയും പോലെയാണ്. വനംവകുപ്പിൻ്റെ താല്പര്യങ്ങൾക്കൊക്കെ സംരക്ഷിക്കപ്പെടും. കർഷകൻ്റെ ഒരു താല്പര്യം സംരക്ഷിക്കപ്പെടില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഒന്ന് കാടും വീടും നാടൊന്ന് വേർതിരിച്ച് കിട്ടുക. വന്യമൃഗം കാട്ടിൽ ജീവിക്കട്ടെ, ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കട്ടെ. ഞങ്ങൾ കാട്ടിലേക്ക് കയറുന്നില്ല. വന്യമൃഗത്തിനെ ഒരു രീതിയിൽ ഉപദ്രവിക്കുന്നില്ല, ശല്യപ്പെടുത്തുന്നില്ല. ചേട്ടനൊക്കെ എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? ഞാനൊക്കെ ഇവിടെ ജനിച്ചവരാ. എൻ്റെ അച്ഛനോട് ബ്രിട്ടീഷ് പട്ടയം വിലയ്ക്ക് വാങ്ങിയവരാ. അതായത് 10-60 വർഷം. 60 വർഷം. 65 വയസ്സാണ് എനിക്ക്. 66 വർഷമായപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട്. ചേട്ടൻ്റെ അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നല്ലോ? അച്ഛനും ഇവിടെ ഒക്കെ കുടിയേറ്റക്കാരാണ്. ഞങ്ങൾ കയ്യേറി വന്ന സമയത്തൊക്കെ ഇവിടെ തന്നെ ഫോറസ്റ്റ് ആയിരുന്നു. സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. സുഖമായ ജീവിതമാണ്. നല്ല അന്തരീക്ഷം, നല്ല കൃഷി സ്ഥലം, നല്ല മണ്ണ് തേടിയിട്ടല്ലേ ഈ കാട്ടിലേക്ക് വന്നത്. അന്നൊന്നും ഒരു കൃഷി ചെയ്യുന്നതിന് ഒരു വിഷയമില്ല. അന്നൊക്കെ എന്ന് വെച്ചാൽ മൃഗങ്ങൾ വരും, മൃഗങ്ങൾ തുരത്താനുള്ള മാർഗ്ഗങ്ങളും ഉണ്ട്. തോക്കുകളുണ്ട്, ലൈസൻസ് തോക്കുകളുണ്ട്. ഇപ്പോൾ ലൈസൻസ് തോക്കുണ്ടായിട്ടും കാര്യമില്ല. തോക്ക് സ്റ്റേഷനിൽ പിടിച്ച് വെച്ചേക്കല്ലേ. പിന്നെന്ത് ചെയ്യും? ഒന്നുകിൽ ഞങ്ങളിവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കി തരിക. ഒന്നുകിൽ ഞങ്ങൾ സംരക്ഷണം തരാൽ ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഞങ്ങളുടെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി. ഞങ്ങളുടെ തോക്കുകളും അതുപോലുള്ള സംവിധാനങ്ങളും ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ ഞങ്ങളുടെ ഭൂമിയും ജീവൻ ഞങ്ങൾ സംരക്ഷിച്ചോളാം. ഇതുമില്ല. ഭരണഘടന പറയുന്നുണ്ട് നമുക്ക് പിന്നെ പൗരൻ്റെ ജീവൻ സ്വത്തിനും സർക്കാർ സംരക്ഷണം കൊടുക്കണമെന്ന്. ഏത് സർക്കാരാണ് കൊടുക്കുന്നത്? എവിടുത്തെ സർക്കാർ കൊടുക്കുന്നത്? കാട്ടാനെ അല്ലെങ്കിൽ വന്യമൃഗത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ കേസാണ്. കാട്ടാനോ വീട്ടിൽ കിടക്കുന്ന നമ്മളെ ഒന്ന് കൊന്ന് തിന്നിട്ട് പോയാലും കേസില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആരോട് പറയാനാ? എന്ത് പറയാനാ? ഈ പറമ്പിലൊക്കെ എന്തോരം തെങ്ങുണ്ടായിരുന്നോ എല്ലാം ദിവസം 2, 3, 4 വെച്ച്. ഇപ്പോൾ ഞങ്ങൾ തെങ്ങും വെക്കലില്ല. ഞാൻ കഴിഞ്ഞ വർഷം കൊണ്ടുവച്ച തെങ്ങ് തൈയാണ് 1800 രൂപത്തെ വിലയാണ് തെങ്ങ് തൈക്ക്. ഒരു തെങ്ങ് തൈൻ്റെ വില 1800 രൂപയാണ്. ഒരു തെങ്ങ് നശിപ്പിച്ചാൽ നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് 6 മാസം കഴിയുമ്പോൾ അവർ 400 രൂപ തരും. അത് എത്ര പഴക്കമുള്ള പഴക്കമുള്ള തെങ്ങ്? ഒരു 10 തേങ്ങേൻ്റെ വില. ഇന്നത്തെ 10 തേങ്ങേൻ്റെ വിലയുണ്ടോ 400 രൂപ എന്ന് പറഞ്ഞാൽ? ഞാൻ അപേക്ഷ കൊടുക്കാറുമില്ല. എന്തിനു വെറുതെ അതിന് നാണം കെട്ട പണിക്ക് വെക്കണം. ഇപ്പം ജനങ്ങളുടെ അഭിപ്രായങ്ങളെ അറിഞ്ഞിട്ട് ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ കിട്ടുന്ന ഫണ്ട് കൊണ്ട് കുറച്ച് ട്രെഞ്ച് ഉണ്ടാക്കും, കുറച്ച് ഷോക്ക് ഫെൻസിങ് ഉണ്ടാക്കും. ഇതൊന്നും ഒരു പരിഹാരമല്ല. ഒന്നും ഒരു പരിഹാരമല്ല. അപ്പോൾ 100% പരാജയമാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് വീണ്ടും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല അവിടെ തന്നെ ഇപ്പോൾ ഈ പിന്നെ KSRTCൻ്റെ സൈഡിൽ കൂടെ റെയിൽ ഫെൻസിങ് ഇട്ടു. റെയിൽ ഫെൻസിങ് ഇട്ട രീതി തന്നെ തെറ്റാണ്.
JCB കൊണ്ട് മണ്ണെടുത്തിട്ടാണ് ഒരു കുഴി കുത്തിയത്. ഈ ഒരു റെയിലിൽ കാലിടാൻ വേണ്ടിയിട്ട്. ആ കർണാടകത്തിൽ പോയി നോക്കുക അവരുടെ എങ്ങനെയാണ്. അതൊക്കെ അവർ ചെയ്യുന്ന ഗുണം അത് കർഷകന് ഗുണം ചെയ്യണമെന്ന് വെച്ചില്ല. ഇത് പരാജയപ്പെടണമെന്ന് പൂർണ്ണ ബോധ്യപ്പെടുത്തി ചെയ്തിരിക്കുന്നത്. അതായത് റെയിൽ ഫെൻസിങ് പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്ത പണിയാണത്. ചെയ്ത് കണ്ടാൽ മതി. ഒരു പിറ്റടിച്ചാൽ പിറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയാൽ പോരെ, നല്ല സിമെൻറ്റ് ഇട്ട് പോരെ. അതൊന്നുമല്ല ഇരിക്കുന്നത്. യാതൊരു വിവരമില്ലാത്തതുകൊണ്ടല്ല, അത് പരാജയപ്പെടുത്താൻ വേണ്ടി ചെയ്ത പണിയാണ്. അങ്ങനെ ഓരോന്നും കോടാനുകോടി രൂപ ഇപ്പോൾ ഇവരുടെ കണക്കിൽ കർഷകനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കർഷകന് വയനാടിന് മുകളിൽ ഇവർക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു കർഷകൻ്റെ ഭൂമി അല്ലെങ്കിൽ ഒരു കർഷകൻ്റെ ജീവൻ സംരക്ഷിച്ച ഇതൊരു വന്യമൃഗ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലമാണെന്ന് പറയാൻ കാണിച്ചു തരാനുണ്ടോ? ഇല്ല. അങ്ങനെയാണ് പ്രവൃത്തി ചെയ്യുന്നത്. ദയനീയം എന്ന് പറഞ്ഞാൽ അതീവ ദയനീയ. എന്ത് ചെയ്യും? ഓരോ സൈഡിൽ നിന്ന് ജനങ്ങൾ കുടിയൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ 4-5 ഏക്കർ കൃഷി ചെയ്ത് മാന്യമായി ജീവിച്ചു എന്നൊക്കെ 5-10 സെൻറ്റ് സ്ഥലം കാടിന് വെളിയിൽ പുറത്തിറങ്ങിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് വല്ല കൂലിപ്പണി അതുപോലെ അല്ലെങ്കിൽ ടൗണിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കൊച്ചു കച്ചവടങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോവുക. ഈ കൃഷി മാത്രം ജീവിച്ച് ഞങ്ങൾക്ക് ഇനി ഈ ടൗണിൽ പോയിട്ട് ഈ 65 വയസ്സുള്ള ഞാൻ ടൗണിൽ ചെന്നിട്ട് എന്ത് ജീവിക്കാനാണ്? എങ്ങനെ ജീവിക്കാനാണ്? ഈ ജനിച്ച മണ്ണും എൻ്റെ പൂർവികർ ഉറങ്ങുന്ന ഈ മണ്ണിട്ടിട്ട് എനിക്ക് പോകാൻ കഴിയുമോ? എന്താല്ലേ, നമ്മളിപ്പോൾ ആ ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. നമ്മളൊന്നും പറയാതെ നിന്ന് കേട്ടോണ്ടിരിക്കുമായിരുന്നു. കേൾക്കാൻ മാത്രമേ നമുക്കൊക്കെ പറ്റുള്ളൂ കേട്ടോ. കാരണം അവർ സംസാരിക്കുന്ന അവരുടെ ജീവിതത്തിൽ നിന്നുണ്ടായ അനുഭവത്തിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത്. ആ ചേട്ടനെ 3 പ്രാവശ്യം ആന ഓടിച്ചാന്ന്. അതിന് മുന്നേ നമ്മൾ കണ്ട സുരേഷ് എന്ന് പറയുന്ന ചേട്ടനും ഇതേപോലെ തന്നെ ചേട്ടൻ്റെ പറമ്പും കാര്യങ്ങളൊക്കെ കണ്ടാണ്. പള്ളിപ്പറമ്പ് നമ്മൾ കണ്ടാണ്. പള്ളിപ്പറമ്പിലെ സെമിത്തേരി കിടക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടാണ്. ഒരു സെമിത്തേരി പോലും, അതായത് മരിച്ച് മണ്ണടിഞ്ഞ ആളുകൾക്ക് പോലും ആ ഒരു സ്ഥലത്ത് പോലും അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശത്ത് പോലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇവിടെ നേരിട്ട് ഒന്ന് കാണേണ്ട ഒരു സ്ഥിതി തന്നെ കേട്ടോ. എത്രത്തോളം ഭീകരമായ അവസ്ഥയാണ് ഇവിടെ തുടരുന്നതെന്ന്. ഇവിടെ 6000 കുടുംബമൊക്കെ ഉള്ളൊരു പ്രദേശമാണ് ഈ വടക്കനാട് പണയമ്പം എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളൊക്കെ. അതുപോലെ 3 വാർഡാണ്, നൂൽപ്പുഴ പഞ്ചായത്തിൽ 3 വാർഡാണ് ഇവിടെ ഉള്ളത്. ആർക്കും സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു കേസാണോ ഇത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ എന്താ പറയുക, ഇത് ഒരിക്കലും പരിഹരിക്കാൻ പാടില്ല എന്നുള്ളൊരു വാശി കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് ഇത് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഇന്ത്യയിൽ മാത്രമല്ലല്ലോ വന്യമൃഗങ്ങളൊക്കെ ലോകത്തെല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ്. ഇതിൽ കൂടുതൽ ഇതിൻ്റെയൊക്കെ 10,000 ഇരട്ടി മൃഗങ്ങളുള്ള രാജ്യങ്ങളൊക്കെയാണ് ആഫ്രിക്കയിൽ. അവിടെയൊക്കെ ഇതുപോലെ ആളുകൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും മനുഷ്യർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയൊന്നും അവിടെയൊന്നും ഇത്രയൊന്നും കാണില്ല. ഉറപ്പ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം എല്ലാവരും കൂടെ കൂട്ടായി കണ്ടുപിടിച്ചേ മതിയാവും. ഒരാളെ അല്ല ഇത് ബാധിക്കുന്നത്, ഇത് കേരളം മുഴുവനെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പോംവഴി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.